ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡേ ടു ഡേ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണെന്ന്. അപ്പോൾ അതാ പരിപ്പും ചീരയും കൊണ്ടുള്ള ഒരു കറിയാണ് ഞാൻ ഇന്ന് വെക്കുന്നത്. അപ്പോൾ അതാ നല്ല നാടൻ ചീര കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പരിപ്പും എടുത്തിട്ടുണ്ട്. പരിപ്പ് ഒരു ബൗളിൽ നമ്മൾക്ക് ആവശ്യമുള്ളത്ര പരിപ്പ് എടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഇത്ര എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് വെക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായി ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, ചെറിയ കുക്കർ. അതിലേക്ക് കഴുകിയ പരിപ്പ് നമ്മൾക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾക്കിത് വേകാൻ പാകത്തിന് ഉള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പരിപ്പൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ പരിപ്പ് അവിടെ നിന്ന് വേവുന്നുണ്ട്. അതിൻ്റെ അടിയിൽ നമുക്ക് ചീരയും പരിപ്പും ചേർത്തുള്ള കറിക്ക് വേണ്ടിയുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ബൗളിൽ നിറയെ തേങ്ങ ചിരവേത് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകൊന്ന്, പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ചുവന്ന മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകവും. ഇതിന് ഒരുപാട് കളറൊന്നും വേണ്ട കേട്ടോ ഈ കറിക്ക്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഇത്രയും മുളക് പൊടി എടുത്തത്, ചുവന്ന മുളക് പൊടി. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എങ്കിൽ കൂടി പിന്നെ ഇതാ കുറച്ച് ഉടഞ്ഞിട്ടുണ്ട്. പിന്നെ മുതുമ പരിപ്പ് കുറച്ച് ആയിട്ടുണ്ട്. ഒരുപാട് ഉടച്ചെടുക്കണ്ട കേട്ടോ. ഇനി നമ്മൾക്ക് മുറിച്ച് വെച്ച ചീര അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചീര ഞാൻ ഒരുപാട് ചെറുതായിട്ടില്ല മുറിച്ചത്. ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചത്. പെട്ടെന്ന് വേവുന്ന ചീര ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചീര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ അതിന് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഇത് അടച്ച് വെക്കണ്ട, അല്ലാതെ തന്നെ നമ്മൾക്കിത് തന്നെ വേവിച്ചെടുക്കാം ചെറിയ തീയിലിട്ടിട്ട്. അപ്പോൾ ഇതാ പരിപ്പ് വെന്തതിന് ശേഷം ചീര മുറിച്ചത് ചേർത്ത് കൊടുത്തു. ചീരയും വെന്തിട്ടുണ്ട്, ഒരുപാട് സമയമൊന്നും എടുത്തില്ല. അപ്പോൾ നമ്മൾക്ക് തേങ്ങയരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആ മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ തേങ്ങയരപ്പും ചേർത്ത് കൊടുത്തു. ഇതാ പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവായതുകൊണ്ട് ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. കണ്ടില്ലേ, ഇതാ ഈ ഒരു കണക്കിന് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ തേങ്ങയരപ്പൊക്കെ ചേർത്ത് ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലേക്ക് 6-7 ചെറിയ ഉള്ളി ഒന്ന് ചെറുതായി മുറിച്ച് വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതാ തീ ഓഫാക്കി കൊടുത്തു. അപ്പോൾ ഇതാ ചെറിയ ഉള്ളിയും വറ്റൽമുളകൊക്കെ വറവിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പരിപ്പും ചീരയും കൊണ്ടുള്ള വളരെ ഹെൽത്തിയായ ഒരു നാടൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ പരിപ്പും ചീരയും കൊണ്ട് ഇത്ര വെള്ളമാക്കാതെയും ഇത് തോരൻ മാതിരി വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ ചുവന്ന ചീരയില്ലേ, അപ്പോൾ ആ ചുവന്ന ചീര ഇതിൻ്റെ കൂടെ വെച്ച് ഇങ്ങനെ പരിപ്പ് ചേർത്ത് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് പച്ചച്ചീരയാണ് കേട്ടോ. അപ്പോൾ ചുവന്ന ചീര ഇട്ടിട്ട് വെക്കാം, അതും ടേസ്റ്റാണ്. അപ്പോൾ അതിനെക്കാട്ടിൽ എത്രയോ ടേസ്റ്റ് കൂടുതൽ ഈ പച്ചച്ചീര ചേർത്ത് വെക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ പിന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും എല്ലാം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.